പെൺകുട്ടികൾക്ക് മാത്രമായി ഏറ്റവും കുറഞ്ഞ ഫീസിൽ വിശാലമായ ക്ലാസ് സൗകര്യങ്ങളോട് കൂടിയ 100% ജോബ് ഗ്യാരണ്ടിയുള്ളതും ഓൺലൈനായും ഓഫ്ലൈനായും പഠിക്കാൻ കഴിയുന്നതുമായ വിവിധ കോഴ്സുകൾ കാഡിസ് കോളേജ് നൽകിവരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. പെരിന്തൽമണ്ണ PTM ഗവൺമെന്റ് കോളേജിൽ ഈ വർഷത്തെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില അസ്വാഭാവികമായിട്ട് കാലങ്ങളായിട്ടൊന്നും നടക്കാത്ത തരത്തിലുള്ള ചില നിയമലംഘനങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ന് MSFന്റെയും KSUവിന്റെയും നിയോജകമണ്ഡല കമ്മിറ്റികൾ സംയുക്തമായി PTM ഗവൺമെന്റ് കോളേജിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിൽ 2025-26 അധ്യയന വർഷത്തിലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നോമിനേഷൻ പ്രക്രിയ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDSF 19 സീറ്റിലേക്കാണ് PTM ഗവൺമെന്റ് കോളേജിൽ മത്സരിക്കുന്നത്. 9 ജനറൽ പോസ്റ്റിലേക്കും മറ്റു എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തീകരിച്ചു. അതിനുശേഷം അതിന്റെ സ്ക്രൂട്ടിനി, അതിന്റെ സൂക്ഷ്മ പരിശോധനാ വേളയിൽ ഐക്യജനാധിപത്യ വിദ്യാർത്ഥി മുന്നണിയുടെ 4 നാമനിർദ്ദേശ പത്രികകൾ PTM ഗവൺമെന്റ് കോളേജിൽ നിന്ന് തള്ളുകയുണ്ടായി. ഫസ്റ്റ് ഇയർ DC, സെക്കൻഡ് DC, കെമിസ്ട്രി അസോസിയേഷൻ, PG റെപ്പ്. ഞങ്ങൾ ഈ 4 നാമനിർദ്ദേശ പത്രികകൾ തള്ളുന്ന സാഹചര്യത്തിൽ PTM ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾ അവിടെ അധ്യാപകരോടും റിട്ടേണിംഗ് ഓഫീസറോടും വിശദമായിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും തള്ളാനുണ്ടായ സാഹചര്യങ്ങൾ അവർ നിസാരമായിട്ടുള്ള കുത്തിന്റെയും കോമയുടെയൊക്കെ പേരിൽ നാമനിർദ്ദേശ പത്രികയിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് UDSFന്റെ വളരെ പ്രധാനപ്പെട്ട 4 നാമനിർദ്ദേശ പത്രികകൾ അവർ തള്ളിക്കളഞ്ഞു. UDSFനെ സംബന്ധിച്ചിടത്തോളം PTM ഗവൺമെന്റ് കോളേജിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് യൂണിയൻ ഭരിക്കുന്ന ഒരു സംഘടനയാണ്. UDSFന്റെ യൂണിയനാണ് PTM ഗവൺമെന്റ് കോളേജിൽ. അതും കഴിഞ്ഞ വർഷം 19-ൽ 18 സീറ്റും മത്സരിച്ച് വിജയിച്ച 19-ലെ 18 സീറ്റും UDSFനാണ്. 2023-ൽ 19-ലെ 15 സീറ്റും UDSFനാണ്. അത്രയും മൃഗീയമായ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മുന്നണിയുടെ നാമനിർദ്ദേശ പത്രികകളാണ് വളരെ നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തള്ളിയത്. അതൊരു വശത്ത്. രണ്ടാമത്തെ ഒരു വശം, PTM ഗവൺമെന്റ് കോളേജിൽ ഈ വർഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കപ്പെട്ടപ്പോൾ SFIയുടെ ചെയർമാൻ സ്ഥാനാർത്ഥി, ആ കുട്ടിയുടെ പേര് നമ്മൾ പറയുന്നില്ല, SFIയുടെ ചെയർമാൻ സ്ഥാനാർത്ഥി, നമുക്കറിയാം, ഒരു കോളേജിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ 75% അറ്റൻഡൻസ് ഉണ്ടായിരിക്കണം. അവിടെ ഒരു നിലക്കുമുള്ള ക്രിമിനൽ കേസിൽ പ്രതിയാകാൻ പാടില്ല. മറ്റു തരത്തിലുള്ള അക്കാഡമികമായിട്ടുള്ള എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ റൂൾ, ലിന്തോ കമ്മീഷന്റെ റൂൾ പോകുന്നത്. 75% അറ്റൻഡൻസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയയാണ് ഇലക്ഷന് മത്സരിക്കാൻ. എന്നാൽ ആ 75% അറ്റൻഡൻസ് ഇല്ലാത്ത ഒരു കുട്ടിയെയാണ് SFI ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ചത്. നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടക്കുന്ന വേളയിൽ തന്നെ നമ്മൾ അത് ചൂണ്ടിക്കാണിച്ചു. അന്ന് നമ്മളോട് അധ്യാപകരും റിട്ടേണിംഗ് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞത് അവന് അവരുടെ ട്യൂട്ടർ 75% അറ്റൻഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഒപ്പിട്ട് തന്നു. അതുകൊണ്ട് ഞങ്ങൾ അവന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു. നമ്മൾ അന്നേ പറഞ്ഞതാണ് നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കാൻ പാടില്ല, 75% അറ്റൻഡൻസ് ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ട്യൂട്ടർ നമ്മൾ സമീപിച്ചു, നമ്മുടെ കുട്ടികൾ സമീപിച്ചു, ക്യാമ്പസിനകത്തെ കുട്ടികൾ സമീപിച്ചു. അന്ന് ട്യൂട്ടർ പറഞ്ഞു NSSന്റെ ഒരു പരിപാടിയിൽ ഈ കുട്ടി പങ്കെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തീർച്ചയായിട്ടും അറ്റൻഡൻസിന് ക്ലെയിം ഉണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ട് എന്താണ് കരുതുക? NSS എന്ന് പറയുന്നത് നാഷണൽ സർവീസ് സ്കീമാണ്, കോളേജിലെ വിദ്യാർത്ഥികളുടെ ഒരു സംഗതിയാണ്, അറ്റൻഡൻസ് കൊടുക്കാമെന്നാണ്. പക്ഷേ നമ്മുടെ സർവകലാശാലയിൽ നിലനിൽക്കുന്ന ചട്ടം അനുസരിച്ച് 3ാം വർഷ വിദ്യാർത്ഥിയാണ് ഈ ചെയർമാൻ കാൻഡിഡേറ്റ്. 3ാം വർഷ വിദ്യാർത്ഥികൾക്ക് NSSന് അറ്റൻഡൻസ് ഇല്ല എന്ന് NSSന്റെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട്. NSSന്റെ പ്രവർത്തനങ്ങളുടെ അറ്റൻഡൻസ് 3ാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ കഴിയില്ല, പാടില്ല. അത് കൃത്യമായ രേഖയുണ്ട്, അത് നിങ്ങൾക്ക് ഞങ്ങൾ തരാം. വെറുതെ പറയുന്നതല്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റൂൾ തരാം. അപ്പോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിരന്തരം അധികാരികളുമായി ബന്ധപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച രാവിലെ 10 മണി, അതായത് ഇന്ന് രാവിലെ 10 മണി വരെ PTM ഗവൺമെന്റ് കോളേജിലെ സ്ഥാനാർത്ഥി പട്ടിക ഔട്ട് ചെയ്തിരുന്നില്ല. എന്നാൽ ഇന്ന് രാവിലെ 10 മണിക്ക് കോളേജ് അത് ഔട്ട് ചെയ്തു. സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഏകപക്ഷീയമായിട്ട് ഔട്ട് ചെയ്ത സമയത്ത് അതിൽ ആ ചെയർമാൻ കാൻഡിഡേറ്റിന്റെ പേരുണ്ട്. സ്വാഭാവികമായിട്ടും PTM ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾ അതിനെ ചോദ്യം ചെയ്ത് നിയോജകമണ്ഡല MSFന്റെയും അതുപോലെ തന്നെ ജില്ലാ MSFന്റെയും നിയോജകമണ്ഡല KSUവിന്റെ ഒക്കെ നേതാക്കന്മാര് പ്രിൻസിപ്പളുമായിട്ട് സംസാരിച്ചു, റിട്ടേണിംഗ് ഓഫീസറുമായിട്ട് സംസാരിച്ചു. അപ്പൊ അവരിതാ പുതിയൊരു വാദം പറയുന്നത് NSSന്റെ പ്രോഗ്രാം എന്ന് പറയുന്നത് യുവജനക്ഷേമ ബോർഡിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന്റെ പേരിലാണ് അറ്റൻഡൻസ്. വെള്ളിയാഴ്ച വരെ ആ വാദം ഉണ്ടായിരുന്നില്ല. വെള്ളിയാഴ്ച വരെ PTM ഗവൺമെന്റ് കോളേജിന് ആ വാദമില്ല. യുവജനക്ഷേമ ബോർഡിന്റെ ഒരു വാക്ക് കൊണ്ടിട്ടില്ല.
എന്നാൽ തിങ്കളാഴ്ച കോളേജ് എന്ന് പറയുന്നത് യുവജനക്ഷേമ ബോർഡിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു, അതിന്റെ പേരിൽ ഈ കുട്ടികൾക്ക് അറ്റൻഡൻസ് കൊടുത്തു എന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിന്റെ രേഖയൊക്കെ കോളേജ് തന്നു, നമ്മളത് ഉൾക്കൊള്ളാം. അങ്ങനെ കൃത്യമായ രാഷ്ട്രീയത്തോടു കൂടി പ്രവർത്തിക്കുന്ന യുവജനക്ഷേമ ബോർഡിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന്റെ പേരിൽ SFIയുടെ ചെയർമാൻ കാൻഡിഡേറ്റിനും കൊമേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കുട്ടിക്കും അറ്റൻഡൻസ് കൊടുത്തു എന്നാണ് അധ്യാപകരുടെ വാദം. ആ വാദം നമ്മൾ അംഗീകരിച്ചുകൊണ്ട് പറയട്ടെ, വളരെ രസകരമായ സംഗതി, ഈ യുവജനക്ഷേമ ബോർഡിന്റെ പരിപാടി നടന്ന ദിവസങ്ങളിൽ അല്ല ഈ കുട്ടികൾ കോളേജിൽ ആബ്സെന്റ് ആയിട്ടുള്ളത്. അതായത് കുട്ടികൾ ആബ്സെന്റ് ആയ ദിവസത്തിൽ യുവജനക്ഷേമ ബോർഡിന്റെ ഒരു പരിപാടി നടന്നതായിട്ട് നമുക്കറിയില്ല. കുട്ടികൾ ക്ലെയിം ചെയ്ത അറ്റൻഡൻസിന് ക്ലെയിം ചെയ്ത ദിവസം വേറെയാണ്, യുവജനക്ഷേമ ബോർഡ് കൊടുത്ത ഡേറ്റ് വേറെയാണ്. അങ്ങനെയാണ് നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ ഇനി മറ്റൊരു ഞങ്ങളുടെ സംശയം, 2 ദിവസമാണ് യുവജനക്ഷേമ ബോർഡിന്റെ അറ്റൻഡൻസ് ആയിട്ട് ഇവർ പറയുന്നത്. സാറന്മാർ പറയുന്നതാണ് പറയുന്നത്, SFIയുടെ വാദമല്ല, സാറന്മാരുടെ വാദം. ആ സാറന്മാർ പറയുന്ന 2 ദിവസത്തിന്റെ ക്ലെയിം ആ കുട്ടിക്ക് കൊടുത്തു എന്ന് വെക്കുക. കൊടുക്കാൻ ഒരു ന്യായമില്ല. നീ കൊടുത്തു എന്ന് വെച്ചാൽ തന്നെ ഈ കുട്ടിക്ക് 75% അറ്റൻഡൻസ് എത്തുമോ അധ്യാപകർ പറയേണ്ടതാണ്. പക്ഷെ ഇതിനൊന്നും ഉത്തരവില്ല. പൂർണ്ണമായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, UDSFനെ സംബന്ധിച്ചിടത്തോളം അന്യായമായി PTM ഗവൺമെന്റ് കോളേജിൽ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളുടെ കുട്ടികളെ അവർ പറഞ്ഞു, അധ്യാപകർ പറഞ്ഞു, നിങ്ങൾക്ക് എഴുത്തും വായന അറിയില്ലല്ലോ, അതുകൊണ്ടല്ലേ നിങ്ങളെ നോമിനേഷൻ പേപ്പർ തള്ളിയത്. ഞങ്ങളെ കുട്ടികൾ തല കുനിച്ചിട്ടാണെങ്കിലും ഞങ്ങളത് സമ്മതിച്ചു. നോമിനേഷൻ പേപ്പറിൽ കുത്തിന്റെയും കോമയുടെയും ഒക്കെ പേരിൽ സത്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ഈ ഇലക്ഷൻ എന്തിനാണ്? ഈ ഇലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് ജനാധിപത്യം പഠിപ്പിക്കാനാണ്. എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ ചൂണ്ടിക്കാണിക്കാനുള്ളവരാണ് അധ്യാപകർ. ഈ അധ്യാപകർ പഠിപ്പിക്കുന്ന മക്കൾ ഒരു പേപ്പറിൽ എന്തെങ്കിലും തെറ്റുമായിട്ട് വന്നാൽ ഇത് തെറ്റുണ്ടോ തിരുത്തണ്ടോ എന്ന് പറയാലോ അധ്യാപകന്. അവിടെ അധ്യാപകൻ രാഷ്ട്രീയം കളിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മളെടുത്ത് വന്നൊരു തെറ്റാണെന്ന നിലക്ക് കുട്ടികൾ അവിടെ വളരെ മാന്യമായി ഞങ്ങൾ അംഗീകരിച്ചതാ. ഞങ്ങളുടെ മുന്നിൽ SFI പ്രകടനം നടത്തി, 4 സീറ്റ് എതിരില്ലാതെ കിട്ടിയെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ ജനാധിപത്യ മര്യാദ പാലിച്ചു. ഞങ്ങൾക്കെതിരെ പോസ്റ്ററുകൾ വന്നു, ഞങ്ങളത് ജനാധിപത്യപരമായി ഉൾക്കൊണ്ടു. ജനാധിപത്യ പ്രക്രിയയെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നവരാണ് UDSF. പക്ഷേ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ നോമിനേഷൻ തള്ളാൻ കാണിച്ച ആ വ്യഗ്രതയും ആ ന്യായവും ആ ആത്മാർത്ഥതയും തീർത്തും ന്യായമായി SFIയുടെ നോമിനേഷന്റെ വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് കോളേജ് അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തത്? ഞങ്ങൾക്ക് അന്യായമായിട്ട് ഇവിടെ നിന്നൊന്നും വേണ്ട. അന്യായമായ ഒരു സംഗതിയും PTM ഗവൺമെന്റ് കോളേജിലെ ഒരു അധ്യാപകനോ പ്രിൻസിപ്പളോ റിട്ടേണിംഗ് ഓഫീസറോ ഞങ്ങൾക്ക് തരണ്ട. ഞങ്ങൾ പറയുന്നത് ന്യായമായ കാര്യം. അറ്റൻഡൻസ് ഉണ്ട് എങ്കിൽ ആ കുട്ടി മത്സരിക്കണം. 75% അറ്റൻഡൻസ് ഉണ്ട് എങ്കിൽ ആ കുട്ടി മത്സരിക്കണം. ഞങ്ങളുടെ കൊടിയിലല്ല ജനാധിപത്യം, ഞങ്ങളുടെ പ്രവർത്തനത്തിലാണ് ജനാധിപത്യം. ഞങ്ങളുടെ വിശ്വാസം, ജനാധിപത്യ മാർഗത്തിൽ PTM ഗവൺമെന്റ് കോളേജിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ തീർച്ചയായും UDSF വിജയിക്കും, ഒരു സംശയവും വേണ്ട. പക്ഷേ ഈ വളരെ കൃത്യമായി കൊണ്ട് അറ്റൻഡൻസ് ഇല്ലാത്ത കുട്ടികൾ എങ്ങനെയാണ് ഇവിടെ SFIയുടെ പാനലിൽ മത്സരിക്കുന്നത്? അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഞങ്ങൾ ഒരാളെയും തെറി പറഞ്ഞിട്ടില്ല. കാരണം അധ്യാപകന് ശവക്കുഴി കുഴിക്കുന്ന സംഘടനയുടെ പേരല്ല UDSF. അധ്യാപകന് റീത്ത് വെക്കുന്ന സംഘടനയുടെ പേരല്ല UDSF. അധ്യാപകന്റെ പ്രിൻസിപ്പലുടെ കസേര കത്തിക്കുന്ന പാർട്ടിയുടെ പേരല്ല UDSF. അധ്യാപകനെ കള്ളക്കേസിൽ കൊടുക്കുന്ന പാർട്ടിയുടെ പേരല്ല UDSF. ഞങ്ങൾക്ക് ഉത്തമമായ ബോധ്യമുണ്ട് UDSFനെ സംബന്ധിച്ചിടത്തോളം. MSFനെയും KSUവിനെയും സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ന്യായമാണ് ഇവിടെ പുലരേണ്ടത്. ആ ന്യായം പുലരുന്നത് വരെ ഞങ്ങൾ ഈ ജനാധിപത്യ മാർഗത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. നിയമപരമായി ഞങ്ങൾ സർവകലാശാലയ്ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, യൂണിവേഴ്സിറ്റിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇതാ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി പോവാണ്. ഞങ്ങൾക്ക് ന്യായം കിട്ടണം, നീതി ജയിക്കണം, ജനാധിപത്യം ജയിക്കണം എന്നാണ് സാന്ദർഭികമായിട്ട് പറയാനുള്ളത്.